ചില ആളുകളുടെ പേര് കേട്ടാൽ തന്നെ നമ്മൾ നിശബ്ദരാകും. ചില ആളുകളുടെ ഫോൺ അടിക്കുമ്പോൾ തന്നെ നമ്മളുടെ ഹൃദയമെടുപ്പ് കൂടും. ചിലർ അടുത്തേക്ക് നടന്നു വരുന്നതടക്കം ആളുകൾ വഴിമാറി നിൽക്കും. എന്തുകൊണ്ടാണെന്നറിയോ? അവർ ഏറ്റവും ശക്തരായതും കൊണ്ടല്ല, അവരെ ശത്രുവാക്കുന്നതിന്റെ വില അവർക്ക് നന്നായിട്ട് അറിയാം. അതായത് യുദ്ധം ജയിക്കുന്നതിന് ഏറ്റവും നല്ല മാർഗം യുദ്ധം തുടങ്ങാതിരിക്കുക. ചിന്തിച്ചു നോക്കൂ, മുള്ളംപന്നി സിംഹത്തിന്റെ അത്ര ശക്തനല്ല. പക്ഷെ സിംഹം മുള്ളംപന്നിനെ ആക്രമിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ സിംഹം ഒരു വട്ടം ഒന്ന് ആലോചിക്കും. കാരണം അവന്റെ കൂടെ യുദ്ധത്തിന് പോയാൽ വിജയം ഉറപ്പാക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ മുറിവ് വളരെ വലുതായിരിക്കും. നിന്നെ ആക്രമിക്കുന്നതിലൂടെ അവർക്ക് കിട്ടുന്ന വിജയത്തെക്കാൾ അവർക്ക് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കും എന്ന് അവരെ കൊണ്ട് വിശ്വസിപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ അഹമ്മദ് അജിയെ എടുത്തു നോക്കിക്കോളൂ. അദ്ദേഹം എപ്പോഴും ശക്തനൊന്നുമല്ല. അയാൾ എപ്പോഴും അലറി നടക്കാറുമില്ല, വാൾ എപ്പോഴും പുറത്തെടുക്കാറുമില്ല. അതുപോലെ നിങ്ങളെ ഒരാൾ അതിര് കടന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, എന്നെ തോൽപ്പിക്കാൻ നിനക്ക് കഴിയുമായിരിക്കും, പക്ഷെ നീ ജയിച്ചു കഴിഞ്ഞാലും നിന്റെ ജീവിതം പഴയതുപോലെ ആയിരിക്കില്ല, അത് 100% ഉറപ്പാണ് എന്ന് നിങ്ങൾക്ക് അവിടെ പറയുകയും ചെയ്യാം. ഇതാണ് സോഡിൻ സ്കാബർഡ് പ്രിൻസിപ്പിൾ. വാൾ എപ്പോഴും പുറത്താണെങ്കിൽ ആളുകൾ നിന്നെ ഒരു ക്ലൗൺ ആയിട്ട് കാണും. വാൾ എപ്പോഴും അകത്താണെങ്കിലോ ആളുകൾ നിന്നെ ദുർബലനായിട്ടും കാണും. പക്ഷെ വാൾ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പുറത്തു വരേണ്ട സമയമായാൽ അത് പുറത്തു വന്നിരിക്കും. അത് പറഞ്ഞപ്പോഴാണ്, അത് ഗോഡ് ഫാദറിലെ ഡോൺ കോർലിയോണിയെ പോലെയാണ്. അദ്ദേഹം എല്ലായ്പ്പോഴും അലറി നടക്കില്ല, എപ്പോഴും ഭീഷണിപ്പെടുത്താറുമില്ല, ഒച്ചത്തിൽ സംസാരിക്കാറുമില്ല. ഡോൺ കോർലിയോണി പരാതി കേൾക്കുന്ന മുറിയിലേക്ക് കയറിയാൽ എല്ലാവരും നിശബ്ദരാവും. കാരണം ഡോൺ കോർലിയോണെ ശത്രുവാക്കുന്നതിന്റെ വില അവർക്ക് താങ്ങാനാവില്ല എന്നുള്ളത് അവിടെയുള്ള എല്ലാവർക്കും അറിയാം. അവിടെ ഡോൺ കോർലിയോണി എപ്പോഴും ഒരു കാര്യം മാത്രമേ നോക്കാറുള്ളൂ, ജനറേഷൻ എപ്പോഴും മാറിയും കൊണ്ടിരിക്കുന്നുണ്ടാവും, പക്ഷെ ഐ ബിലീവ് ഇൻ റെസ്പെക്ട്. ഞാൻ റെസ്പെക്റ്റിൽ വിശ്വസിക്കുന്നു. മറ്റുള്ളവർ എൻ്റെ അടുത്ത് എപ്പോഴും നീ അത് ചെയ്യടാ എന്ന് പറയുമ്പോൾ ഞാൻ പേഴ്സണലി അത് ചെയ്യാറില്ല. നീ അത് ചെയ്ത് തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ അത് കണക്കിലെടുക്കാറുണ്ട്. കാരണം എന്നെ ഭരിക്കണത് എനിക്ക് അത്ര ഇഷ്ടമല്ല. റോബർട്ട് ഗ്രീനി എന്ന എഴുത്തുകാരൻ പറഞ്ഞത്, ആളുകൾ നിങ്ങളെ പേടിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ നിങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ അവർക്കുണ്ടാവുന്ന അനന്തര ഫലത്തെ അവർ പേടിക്കണം. അതിനാലാണ് ഏറ്റവും അപകടകാരിയായിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ ഭ്രാന്തരായിട്ട് തോന്നുന്നത്. പൂർണ്ണ ഭ്രാന്തന്മാരല്ല, പ്രവചനാതീതർ. അതായത് അവർ ഭീഷണിപ്പെടുത്തുമ്പോൾ ഭാവിയിൽ നിനക്ക് അതിലൂടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് നീ ആദ്യം അവിടെ പറയേണ്ടത്. ജോക്കർ എന്ന ക്യാരക്ടർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അയാൾ ജയിക്കുമോ തോൽക്കുമോ എന്നതല്ല അവിടെ പ്രശ്നം. അയാളെ എല്ലാവരുടെയും വിജയിക്കാറുമില്ല. പക്ഷെ അടുത്തത് ജോക്കർ എന്ത് ചെയ്യുന്നു ആർക്കും അറിയില്ല. അൺപ്രഡിക്റ്റബിൾ ആണ്. നിങ്ങളെ ഒരാൾ ചീത്ത പറയോ തല്ലിയോ ചെയ്താൽ നിങ്ങളത് കൊണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലായാൽ നിങ്ങൾക്ക് അവിടെ ഒരു വിലയുമില്ല. നിങ്ങളെ ചീത്ത പറയോ തല്ലുകയോ ചെയ്താൽ നിങ്ങൾ തിരിച്ച് പച്ചയ്ക്ക് പറയുമെന്നാണെങ്കിൽ അത് പബ്ലിക്കായിട്ട് മനസ്സിൽ കൊള്ളണ രീതിയിൽ പറയുമെന്നുള്ള ഒരു ഇമേജ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുകൾ നിങ്ങളുടെ പ്രവൃത്തിയെ പേടിക്കും, പക്ഷെ നിങ്ങളെ പേടിക്കില്ല. നിങ്ങൾക്കെതിരെ തിരിയാനും ഒന്ന് പേടിക്കും. അതാണ് ഭയം. ഞാൻ നിന്നെ ഭീഷണിപ്പെടുത്തുന്നില്ല, പക്ഷെ നീ എന്നെ കോർണറിൽ തള്ളിയാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് പോലും ഉറപ്പില്ല. ഇത്തരക്കാരുമായിട്ട് യുദ്ധം ചെയ്യാൻ ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല. കാരണം പ്രെഡിക്റ്റബിൾ എനിമി അപകടകാരിയാണ്, അൺപ്രെഡിക്റ്റബിൾ എനിമി ഭയപ്പെടുത്തുന്നതുമാണ്. അപകടത്തെക്കാട്ടിൽ ഏറ്റവും പവർ ഭയത്തെ തന്നെയാണ്. ഇനി റോബർട്ട് ഗ്രീനി പറയുന്ന ക്രൂരമായ സത്യം നിങ്ങളൊന്ന് കേൾക്കൂ. നിങ്ങൾക്ക് നേരിട്ടുള്ള ഒരു ഭീഷണി ആവശ്യമില്ല, ഒരു സൂചന മതി, ഒരു നിശബ്ദത മതി, ഒരു റൂമർ മതി. കാരണം മനുഷ്യന്റെ ഇമാജിനേഷനിൽ നിന്റെ ഭീഷണിയേക്കാൾ വലിയൊരു ഭീഷണി തന്നെ ഉണ്ടാക്കും. അപ്പോൾ അവൻ സ്വയം ചോദിക്കും, ഇവൻ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? എന്നെ കുറിച്ച് എന്തെങ്കിലും അറിയുമോ? ഞാൻ തെറ്റ് ചെയ്തോ? അവിടെ നിന്നാണ് യഥാർത്ഥ ശക്തി തുടങ്ങുന്നത്. കാരണം ഇവിടെ നീ യുദ്ധം ചെയ്യുന്നില്ല, അവരുടെ മനസ്സ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു. അതിനാൽ ഓർക്കുക, ശക്തനായ മനുഷ്യൻ എല്ലാ യുദ്ധവും ജയിക്കാറില്ല. എതിരാളിയുടെ മനസ്സിൽ ഒരു തോൽവി സൃഷ്ടിച്ചെടുക്കുന്നവരാണ് യഥാർത്ഥ യോദ്ധാവ്. അതുകൊണ്ടാണ് ചില ആളുകൾ ലോകം ബഹുമാനിക്കുന്നത്. അവർ ഏറ്റവും ശക്തരായതും കൊണ്ടല്ല, അവർ ആക്രമിക്കുന്നത് ഒരു വില പോവില്ല എന്ന് റെപ്യൂട്ടേഷൻ അവർ ബിൽഡ് ചെയ്ത് എടുത്തതും കൊണ്ടാണ്.